ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. മാർക്കറ്റ് ഇന്ന് വീക്കിലി ക്ലോസിംഗ് ആണ്. കാരണം ഇനിയിപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഈദ് പ്രമാണിച്ച് അവധിയാണ്. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച മാത്രമേ നമുക്ക് ട്രേഡിംഗ് ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ BSE ആണ്. BSEയുടെ 150 വർഷത്തെ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് അവരുടെ ഇനോഗ്രേഷന് ശേഷമുള്ള 150 വർഷം പിന്നിടുകയാണ്. സോ അതുകൊണ്ട് തന്നെ ബോണസ് അനൗൺസ്മെൻറ്റ് മാർച്ച് 30-നാണ് BSEയുടെ ബോർഡ് മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ ബോണസ് അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള സാധ്യതകളാണ് BSEയിൽ 2 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ വന്നിരിക്കുന്നത് HBLുമായിട്ട് ബന്ധപ്പെട്ട HBL എഞ്ചിനീയറിംഗ് അവർക്ക് കവച് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട്. അതിൽ 244 കോടി രൂപയുടെ ഓർഡറുകളാണ്. അത് വിക്രാമപുരം, അതുപോലെ തന്നെ രാജ്കോട്ട്, ഓക്ക സെക്ഷനിൽ, വെസ്റ്റേൺ റെയിൽവേ സെക്ഷനിൽ നിന്നുള്ള ഓർഡറാണ്. 730 ദിവസത്തിനുള്ളിൽ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഓർഡർ 255 കോടി രൂപയുടെ മറ്റൊരു ഓർഡറാണ്. ഇതൊരു ധോൽപൂർ ബീന സെക്ഷനിൽ നിന്നുള്ള നോർത്ത് സെൻട്രൽ റെയിൽവേ സോണിൽ നിന്നുള്ള ഓർഡറാണ്. അത് 700 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡറാണ്. അപ്പം കവച് റെയിൽവേയുടെ സെക്യൂരിറ്റി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പദ്ധതി. അതിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിഷ്യറി ആയിട്ട് കണക്കാക്കുന്നത് HBL പവർ ആൻഡ് HBL എഞ്ചിനീയറിംഗ് തന്നെയാണ്. അവർക്ക് 2 ഓർഡറുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ NBCCക്ക് 82 കോടി രൂപയുടെ ഒരു ഓർഡർ വന്നിരിക്കുന്നു. അത് ലോക്പാൽ പ്രൊമൈസസ് സെൻ്ററിലുള്ള വസന്ത് കുഞ്ച് ന്യൂഡൽഹിയിലുള്ള ചില ഇൻറ്റീരിയർ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിക്സൺ, വേപൂൾ, വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, ഹെവൽസ് ഇവർക്കൊക്കെ ഗവൺമെൻറ് എനർജി എഫിഷ്യൻസി നോംസ് ഇവരെ സംബന്ധിച്ചിട്ട് എനർജി എഫിഷ്യൻസി നോംസ് റിവൈസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഗവൺമെൻറ് അടുത്ത ജനുവരി മുതൽ അങ്ങോട്ട് എനർജി എഫിഷ്യൻസി നോംസ് റിവൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കമ്പനി ബാധ്യസ്ഥരാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ AC, റെഫ്രിജറേഷൻ, മറ്റു വൈറ്റ് ഗുഡ്സിൻ്റെ മുകളിലൊക്കെ, വാഷിംഗ് മെഷീൻ അടക്കമുള്ള വൈറ്റ് ഗുഡ്സിൻ്റെ മുകളിൽ എനർജി കൺസംഷൻ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് നടത്താമെന്നുള്ളത് മാറ്റേണ്ടി വരും. അതനുസരിച്ച് ചിലപ്പോൾ അവർക്കൊരു നെഗറ്റീവായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ ഏഞ്ചൽ 1, 5 പൈസ, IIFL ക്യാപിറ്റൽ ഇവരൊക്കെ ബ്രോക്കിംഗ് ഫേമുകളെ സംബന്ധിച്ചിട്ട് പറയുന്നത് ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ നേരിടണമെന്ന് ഉള്ള അവരുടെ നോംസിൽ മാറ്റങ്ങൾ വരുത്താൻ സെബി പോകുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇതും ഇവരെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ്. ഇപ്പോഴുള്ള അവരുടെ നിയമം വളരെ സ്ട്രിഞ്ചൻ്റ് ആണ്, അതായത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതിനെ ഏത് തരത്തിലാണ് ബ്രോക്കേഴ്സിന് അനുകൂലമായിട്ട് വരുത്താൻ പോകുന്നതെന്നുള്ളത് കാര്യമായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ബ്രോക്കേഴ്സ് ഫേംസ്, അതുപോലെ തന്നെ ഇപ്ക ലാബ് അവരുടെ ബോർഡ് താരാപൂർ മാനുഫാക്ചറിങ് ഫെസിലിറ്റി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള പ്രൊഡക്ഷനൊക്കെ ഓൾറെഡി മറ്റ് സെൻറ്ററുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്തയായി